ഇന്ന് ഞാനൊരു സേവറി എഗ് പൊട്ടറ്റോ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ കുക്കറിൽ പൊട്ടറ്റോനേക്കാളും വെള്ളം വെച്ച് പൊട്ടറ്റോ ഉപ്പിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി പൊട്ടറ്റോ വേവുന്ന സമയം കൊണ്ട് നമുക്ക് സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റും മല്ലിയിലയും റെഡിയാക്കി വെക്കാം. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് പിന്നെ സവാളയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റും അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു മിക്സിയിലേക്ക് 2 കോഴിമുട്ടയും 1 ടേബിൾ സ്പൂൺ പാലും അല്പം ഉപ്പ്, നേരത്തെ പൊട്ടറ്റോ ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് അല്പം ഉപ്പും ചേർത്ത് നമുക്ക് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. ഇനി 4 ബ്രെഡ് ഇതുപോലെ നമുക്ക് പീസാക്കി എടുക്കണം. അത് പൊട്ടറ്റോനനുസരിച്ചാണ് ബ്രെഡ് എടുക്കേണ്ടത്. വെന്ത് വന്ന പൊട്ടറ്റോ വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്ക് മാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സവാളയുമായി യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. മെൽറ്റായി വരുമ്പോൾ 2 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് കനം കുറഞ്ഞരിഞ്ഞതും അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് പാലൊഴിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കാം. അത് നമുക്ക് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ചൂടായ പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്ത് ആ മിക്സിയിൽ അടിച്ചു വെച്ച കോഴിമുട്ടക്കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ബ്രെഡ് പീസസ് ഇട്ട് കൊടുക്കാം. ഇനി പൊട്ടറ്റോ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് കനം കുറച്ച് വെച്ച് കൊടുക്കണം. വീണ്ടും ബ്രെഡ് പീസസും മല്ലിയിലയും ഇട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ആയപ്പോൾ എനിക്കത് റെഡിയായി വന്നു. ഇനി ഒരു പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേവറി എഗ് പൊട്ടാറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണേ.